അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസിപ്രോസിറ്റി തിയറാണ്. ഇപ്പോൾ റെസിപ്രോസിറ്റി തിയറം അവിടെ നമ്മൾ രണ്ട് ആൻറ്റിനാസ് കൺസിഡർ ചെയ്യുക. ആൻറ്റിന 1, ആൻറ്റിന 2, A1 A2. അതിനകത്ത് ഫിഗറിനകത്ത് നോക്കുക, ഫിഗർ 1 ഫിഗർ 2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിനകത്ത് ആൻറ്റിന 1ലൂടെയുള്ള കറണ്ട് എന്താ I1 ആണ്, ആൻറ്റിന 2ലൂടെയുള്ള കറണ്ട് I2 ആണ്. ഓക്കെ, ഇനി E21 എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻറ്റിന 2 ഡ്യൂ ടു കറണ്ട് I1 ഇൻ ആൻറ്റിന 1. ഓക്കെ, കറണ്ട് ആൻറ്റിന 1ലൂടെയുള്ള കറണ്ട് കാരണം ആൻറ്റിന 2ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ് E21 എന്ന് പറയുന്നത്. അതുപോലെ E12 എന്ന് പറയുന്നത് എന്താ, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ആൻറ്റിന 1 ഡ്യൂ ടു കറണ്ട് I2 ഇൻ ആൻറ്റിന 2. ഓക്കെ, അപ്പോൾ എത്രയാണ് ഫിഗറിനകത്തുള്ള ടേംസ് വരുന്നത്? ആൻറ്റിനാസ് A1 A2, കറണ്ട് I1 I2 ആൻഡ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് E21 ആൻഡ് E12. ഓക്കെ, ഇനി എക്സ്പ്ലനേഷൻ നോക്കാം. കൺസിഡർ 2 coupled antennas as shown in figure where the 2 antennas are separated by a fraction of wavelength, അതായത് multiples of lambda, and parallel to each other. Let I1 current in antenna 1 and I2 current in antenna 2, and E21 is the voltage induced in antenna 2 by the current I1 in the A1, and E12 is the voltage induced in antenna 1 due to the current flowing antenna 2. ഇനി റെസിപ്രോസിറ്റി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, if a current I1 at the terminals of the antenna 1 produce an induced EMF E21 at the open terminals of antenna 2, and a current I2 at the terminals of antenna 2 produce an induced EMF E12 at the open terminals of antenna 1, then according to reciprocity theorem E12 equal to E21 provided I1 equal to I2. അതാണ് ഫസ്റ്റ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിന 1ലുള്ള ഒരു കറണ്ട് ഉണ്ട് I1, അത് ആൻറ്റിന 2ലെ ഓപ്പൺ ടെർമിനൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് E21 ആണ് എന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ current I2 in the terminals of antenna 2 produce an induced EMF E12 at the open terminals of antenna 1. Then according to reciprocity theorem E12 equal to E21 provided I1 equal to I2. ഓക്കെ, ഇൻഡ്യൂസ് ചെയ്യുന്ന രണ്ട് EMFും ഈക്വൽ ആയിരിക്കും പ്രൊവൈഡഡ് I1 ഈക്വൽ ടു I2. ഓക്കെ, ഇത് ഇൻ ടേംസ് ഓഫ് കറണ്ടിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് അതേപോലെ വോൾട്ടേജിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്ത് വരുന്നത്. ആൻഡ് EMF ഈസ് അപ്ലൈഡ് at the terminals of A1 and a current is measured from the terminals of A2. Then equal current both in magnitude and phase will be obtained in A1 if the same EMF is applied to the terminals of A2. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്തിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് കറണ്ട് മെഷർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ആൻറ്റിന 1ൻ്റെ ടെർമിനൽസിൽ നമ്മൾ ഒരു EMF അപ്ലൈ ചെയ്തു, അതിനുശേഷം ആൻറ്റിന 2ൻ്റെ ടെർമിനലിലെ കറണ്ട് മെഷർ ചെയ്തു. ദെൻ അതേ കറണ്ട്, അതേ മാഗ്നിറ്റ്യൂഡിലും ഫേസിലുള്ള കറണ്ട് നമുക്ക് ആൻറ്റിന 1ൽ കിട്ടും. എപ്പോഴും ഇഫ് സെയിം EMF ഈസ് അപ്ലൈഡ് അറ്റ് ദ ടെർമിനൽസ് ഓഫ് ആൻറ്റിന 2. ഓക്കെ, ആൻറ്റിന 1ൽ നമ്മളൊരു EMF അപ്ലൈ ചെയ്തു, ദെൻ ആൻറ്റിന 2ലുള്ള കറണ്ട് മെഷർ ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ കിട്ടുന്ന അതേ കറണ്ട് നമുക്ക് ആൻറ്റിന 1ൽ കിട്ടും പ്രൊവൈഡഡ് we are applying the same EMF in antenna 2. ഇതാണ് രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ആദ്യത്തേൽ കറണ്ട് അപ്ലൈ ചെയ്ത് വോൾട്ടേജ് മെഷർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. രണ്ടാമത്തേൽ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കറണ്ട് മെഷർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കണം. അപ്പോൾ പ്രൂഫ് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സർക്യൂട്ടിൻ്റെയും എന്ത് ചെയ്യണം? ഇക്വലൻസ് സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ട് ഫിഗറിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട്. അപ്പോൾ ഇക്വലൻസ് സർക്യൂട്ട് ഫിഗർ 1 കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വലൻസ് സർക്യൂട്ട് ഓഫ് ഫിഗർ 2 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇക്വലൻസ് സർക്യൂട്ട് ഓഫ് ഫിഗർ 1 നമ്മൾ നോക്കുകയാണ്. രണ്ട് ആൻറ്റിന 1ൻ്റെ ഫിഗർ ടെർമിനൽസാണ് 1 1' ആൻറ്റിന 2ൻ്റെ ടെർമിനൽസാണ് 2 2' എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ആൻറ്റിന 1ൽ നമ്മൾ കറണ്ട് I1 പ്രൊവൈഡ് ചെയ്തു, അത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E21 ആണ്. ദെൻ
Z11, Z22 ആൻഡ് ZM എന്ന് പറയുന്നത് ഇമ്പിഡൻസസ് ആണ്. Z11 എന്ന് പറയുന്നത് സെൽഫ് ഇമ്പിഡൻസ് ഓഫ് ആൻറ്റിന 1 ആണ്. Z22 എന്ന് പറയുന്നത് സെൽഫ് ഇമ്പിഡൻസ് ഓഫ് ആൻറ്റിന 2 ആണ്. ZM എന്ന് പറയുന്നത് മ്യൂച്വൽ ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഫിഗർ വരുന്നത്. അവിടെ ആൻറ്റിന 1ൽ നമ്മൾ കറണ്ട് കൊടുത്തു, ആൻറ്റിന 2ൽ വോൾട്ടേജ് മെഷർ ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഫിഗർ 2ൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. അവിടെ നമ്മൾ എങ്ങനെയായിരുന്നു, ആൻറ്റിന 2ൽ നമ്മൾ കറണ്ട് കൊടുത്തു, ആൻറ്റിന 1ൽ നമ്മൾ എന്ത് ചെയ്തു, EMF ഇൻഡ്യൂസ്ഡ് EMF മെഷർ ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ആൻറ്റിന 2ൽ കറണ്ട് കൊടുത്തു, ആൻറ്റിന 1ൽ എന്ത് ചെയ്തു, ഇക്വലൻറ്റ് EMF ഇൻഡ്യൂസ്ഡ് EMF മെഷർ ചെയ്തു. ബാക്കി ഇമ്പിഡൻസുകളൊന്നും മാറുന്നില്ല, ആൻറ്റിന 1ൻ്റെയും 2ൻ്റെയും ഇമ്പിഡൻസുകളൊന്നും മാറുന്നില്ല. ഇത് ടെർമിനൽ 1 1', ഇത് ടെർമിനൽ 2 2', നേരത്തെ പോലെ തന്നെ. ഓക്കെ, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻസ് മാറും. ഇത് ഈ ഡയറക്ഷനിൽ വരും, മറ്റെടുത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, ഫിഗറിനനുസരിച്ച്. ഇനി Z11 എന്ന് പറയുന്നത് സെൽഫ് ഇമ്പിഡൻസ് ഓഫ് A1 ഞാൻ നേരത്തെ പറഞ്ഞു. Z22 എന്ന് പറയുന്നത് സെൽഫ് ഇമ്പിഡൻസ് ഓഫ് A2. ZM എന്ന് പറയുന്നത് മ്യൂച്വൽ ഇമ്പിഡൻസ് ബിറ്റ്വീൻ A1 ആൻഡ് A2. ഇനി നമ്മൾ ആദ്യം ഫിഗർ 3 കൺസിഡർ ചെയ്യാണ്. ഫിഗർ 3 എന്ന് പറയുന്നത് ഇതാണ് ഫിഗർ 1ൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്. ഓക്കെ, ഫിഗർ 3 കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ, എന്ത് വരും, ഇത് I1 ആണ്. അപ്പോൾ I1 ഇൻറ്റു Z11, I1 ഇൻറ്റു Z11 പ്ലസ് അടുത്തത് എന്താ വരുന്നത്, I1ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, I2ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I1 മൈനസ് I2 ഇൻറ്റു ഇവിടുത്തെ ഇമ്പിഡൻസ് ZM ഈക്വൽ ടു എന്ത് വരും, ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഈക്വൽ ടു 0. I1 ഇൻറ്റു Z11 പ്ലസ് I1 മൈനസ് I2 ഇൻറ്റു ZM ഈക്വൽ ടു 0. ആദ്യത്തെ ഫിഗറിൽ നിന്നുള്ള ആദ്യത്തെ ലൂപ്പിൽ നിന്നുള്ള ഇക്വേഷൻ. അതുപോലെ രണ്ടാമത്തെ ലൂപ്പിൽ നിന്ന് ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ ലൂപ്പിൽ നിന്ന് എങ്ങനെ ഇക്വേഷൻ എഴുതാം, രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എങ്ങനെ വരുന്നത്, I2 ഇൻറ്റു Z22 പ്ലസ് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ I2 മൈനസ് I1 ഇൻറ്റു ZM ഈക്വൽ ടു ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട് E21. ഇതാണ് ആദ്യത്തെ ഫിഗറിൽ നിന്നുള്ള രണ്ട് ലൂപ്പ് ഇക്വേഷൻസ് എഴുതുന്നത്. ബാക്കിയുള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇക്വേഷൻസ് വരുന്നത്. I1 ഇൻറ്റു Z11 പ്ലസ് I1 മൈനസ് I2 ഇൻറ്റു ZM ഈക്വൽ ടു 0 ആദ്യത്തെ ഇക്വേഷൻ. അതുപോലെ I1 ഇൻറ്റു അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, I2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ ഞാൻ ആദ്യം രണ്ട് ലൂപ്പ് ഇക്വേഷൻ കിട്ടുന്നത് പറഞ്ഞതാണ്, ആ ഫിഗർ വെച്ചിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ലൂപ്പ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, I2ൻ്റെ ഇക്വേഷൻ, കാരണം I1 നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന കറണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ അറിയാത്ത കറണ്ട് ഏതാ, I2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ I2നുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ I2നുള്ള ഇക്വേഷൻ എന്ത് കിട്ടും, I1 ഇൻറ്റു Z11 പ്ലസ് ZM ഡിവൈഡഡ് ബൈ ZM. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ അപ്ലൈയിങ് KVL ഇൻ ലൂപ്പ് 2. ലൂപ്പ് 2ൽ അപ്ലൈ ചെയ്തത് ഞാൻ കാണിച്ചു തന്നിരുന്നു. ZM ഇൻറ്റു I2 മൈനസ് I1 പ്ലസ് I2 ഇൻറ്റു Z22 ഇസ് ഈക്വൽ ടു E21. ആ ഇക്വേഷൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, I2ൻ്റെ ടേംസ് കളക്ട് ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് അറിയാത്ത ഒരു ടേം എന്ന് പറയുന്നത് I2 മാത്രമാണ്. I1 അറിയാം, E21 അറിയാം, നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. പിന്നെ ZM അറിയാം, Z22 അറിയാം. അപ്പോൾ ഇനി അതിനകത്ത് അൺനോൺ ഫാക്ടർ എന്ന് പറയുന്നത് I2 ആണ്. അപ്പോൾ I2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, I1ൻ്റെയും Z-ൻ്റെ ടേംസിലുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് I2 പുറത്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ I2 പുറത്തെടുത്തു, I2ൻ്റെ ടേംസ് കളക്ട് ചെയ്തു. അപ്പോൾ I2ൻ്റെ ടേംസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു I2 ZM ഇൻറ്റു I2 ഉണ്ട്, ഇവിടെ I2 ഇൻറ്റു Z22 ഉണ്ട്. അപ്പോൾ ZM പ്ലസ് Z2 ഇൻറ്റു I2, ZM പ്ലസ് Z2 ബ്രാക്കറ്റ് ഇൻറ്റു I2 മൈനസ് ബാക്കി വരുന്ന ടേം മൈനസ് I1 ഇൻറ്റു ZM ഈക്വൽ ടു E21. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് I2 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. I2ൻ്റെ ഇക്വേഷൻ എന്താ, I2 ഈക്വൽ ടു I1 ഇൻറ്റു Z11 പ്ലസ് ZM ഡിവൈഡഡ് ബൈ ZM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ZM പ്ലസ് Z22 മൈനസ് I1 ഇൻറ്റു ZM ഈക്വൽ ടു E21. ദെൻ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
I1-ൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, I1 ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ I1 ഈക്വൽ ടു E21 ഇൻറ്റു ZM ഡിവൈഡഡ് ബൈ Z11 ഇൻറ്റു ZM പ്ലസ് Z11 ഇൻറ്റു Z22 പ്ലസ് ZM ഇൻറ്റു Z22. ഇതായിരിക്കും I1-ൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സെക്കൻഡ് ഫിഗർ, അതായത് ഫിഗർ നമ്പർ 4, സെക്കൻഡ് ഫിഗറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഫിഗർ നമ്പർ 4. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്തത്, ആദ്യം 2 ലൂപ്പ് ഇക്വേഷൻ എഴുതി. അപ്പോൾ ലൂപ്പിൽ അൺനോൺ ആയിട്ടുള്ള കറണ്ട് I2 ആയതുകൊണ്ടും I2-ൻ്റെ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിച്ചു. ദെൻ ആദ്യത്തെ ലൂപ്പിൽ നിന്ന് I2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ലൂപ്പിൽ I2-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു, I1-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് E21Z. ഓക്കെ, അപ്പോൾ I1-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഫിഗർ നമ്പർ 4 നോക്കണം. ഫിഗർ നമ്പർ 4 എന്ന് പറയുന്നത് ഏതായിരുന്നു, ഈക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ഏതായിരുന്നു, ഫിഗർ 2 അല്ലേ. ഫിഗർ 2-ൽ എന്തായിരുന്നു, നമ്മൾ I2 അപ്ലൈ ചെയ്യുന്നു, E12 മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും എഗെയിൻ 2 ലൂപ്പ് വരുന്നുണ്ട്. ആദ്യത്തെ ലൂപ്പ് എന്ന് പറയുന്നത് ഇത് ലൂപ്പ് 1 ആയിട്ട് എടുത്തു, ഇത് ലൂപ്പ് 2 ആയിട്ട് എടുത്തു. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് 1-ഉം ഇത് 2 ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇത് ലൂപ്പ് 1 നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഇവിടെ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള ലൂപ്പ് 1 റൈറ്റ് സൈഡിലുള്ള ലൂപ്പ് 2 ആയിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ലൂപ്പ് 1-ൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, I1 ഇൻറ്റു Z11 പ്ലസ് ദെൻ ഇവിടെ കറണ്ട് ഈ ഡയറക്ഷനിൽ, ഇവിടുത്തെ ഡയറക്ഷൻ ഇത്. അപ്പോൾ I1 മൈനസ് I2 ഇൻറ്റു ZM ഈക്വൽ ടു എന്താ, അവിടുത്തെ വോൾട്ടേജ് എന്താ, E12. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. അതുപോലെ തന്നെ ലൂപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് 2, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ള ഇവിടെ തന്നെ കാണിക്കുകയാണെന്ന്. ലൂപ്പ് 2 എന്ന് പറയുമ്പോൾ ഇതാണ് ലൂപ്പ് 2 വരുന്നത്. ലൂപ്പ് 2-ൽ I2 ഇൻറ്റു Z22 പ്ലസ് ദെൻ അടുത്ത് വരുന്നത് I2 ഇങ്ങോട്ട്, I1 ഈ ഡയറക്ഷനിൽ. അപ്പോൾ I2 മൈനസ് I1 ഇൻറ്റു ZM ഈക്വൽ ടു, അവിടെ വോൾട്ടേജ് ഒന്നുമില്ല, ദെർഫോർ ഈക്വൽ ടു 0. ഇതാണ് 2 ഇക്വേഷൻസ് വരുന്നത്. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ കൺസിഡർ ദ ഫിഗർ 4 ആൻഡ് അപ്ലൈ KVL അറ്റ് ലൂപ്പ് 1. KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, E12 ഈക്വൽ ടു Z11 ഇൻറ്റു I1 പ്ലസ് ZM ഇൻറ്റു I1 മൈനസ് I2. അതിനകത്തുനിന്ന് എന്ത് കിട്ടും, E12 ഈക്വൽ ടു I1 ഇൻറ്റു Z11 പ്ലസ് I1-ൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതി. അവിടെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ടേം I2 അറിയാവുന്നതും I1 അൺനോണും ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതിൽ രണ്ടാമത് കണ്ടുപിടിച്ച ലൂപ്പില്ലേ, അവിടുത്തെ രണ്ടാമത്തെ ലൂപ്പാണ് ഇവിടുത്തെ ഫസ്റ്റ് ലൂപ്പ് വരുന്നത്. അതാണ് ആ ഓർഡറിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ E12 ഈക്വൽ ടു I1 കോമൺ ആയിട്ട് എടുത്തു. I2 നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ I1-നാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ I1-ൻ്റെ ടേംസ് കോമൺ ആയിട്ട് എടുത്തു. ദെൻ രണ്ടാമത്തെ ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഈക്വൽ ടു 0 എന്ന് വരുന്ന ലൂപ്പിൽ നിന്ന് ഇക്വേഷനിൽ നിന്ന് ഏതാ കണ്ടുപിടിക്കേണ്ടത്, അവിടെ അറിയാവുന്നത് I2 ആണ്, അറിയാത്തത് I1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, അറിയാത്ത ടേമിന് കണ്ടുപിടിക്കണം. അപ്പോൾ I1-ന് കണ്ടുപിടിച്ചു. നേരത്തേൽ അറിയാവുന്നത് I1-ഉം അറിയാത്തത് I2 ആയിരുന്നു. അപ്പോൾ അവിടെ I2-ന് ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ തൊട്ട് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ I2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് I1-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് നിങ്ങളൊരു ലോജിക്ക് വെച്ചൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ് വരുന്നത്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ I1 ഇൻ ഇക്വേഷൻ നമ്പർ 4. ഇവിടെ I1-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ I1-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇക്വേഷൻ എന്ത് വരും, E12 ഈക്വൽ ടു I2 ഇൻറ്റു Z22 പ്ലസ് ZM ഡിവൈഡഡ് ബൈ ZM ഇൻറ്റു Z11 പ്ലസ് ZM മൈനസ് I2 ഇൻറ്റു ZM. ദെൻ ഏതായിരിക്കും കണ്ടുപിടിക്കേണ്ടത്, രണ്ടാമത്തേത് I2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നമ്മൾ I2 അപ്ലൈ ചെയ്തിട്ട് ഏതാ കണ്ടുപിടിക്കുന്നത്, E12 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ I2-ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, I2-ൻ്റെ ഇക്വേഷനും I1-ൻ്റെ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. I1-ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, E12 ഇൻറ്റു ZM, E21 ഇൻറ്റു ZM ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ നോക്കുക, Z11 ZM പ്ലസ് Z11 Z22 പ്ലസ് ZM Z22. ഇവിടെ I2-ൻ്റെ ഇക്വേഷൻ നോക്കി നോക്കുക, E12 ZM
ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ രണ്ടിനും സെയിം ആണ്. Z22 ഇൻറ്റു Z11 പ്ലസ് Z22 ഇൻറ്റു ZM പ്ലസ് Z11 ഇൻറ്റു ZM. അപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്? I1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാ വരുന്നത്? I1ൻ്റെ ഇക്വേഷനും കൂടി ഇവിടെ എഴുതാം. അപ്പോൾ I1 ഈക്വൽ ടു എന്താ വരുന്നത്? E21 ഇൻറ്റു ZM ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? ഇതുപോലെ തന്നെ Z11 ഇൻറ്റു ZM പ്ലസ് ZM ഇൻറ്റു Z22 പ്ലസ് Z11 ഇൻറ്റു Z22. ഇതന്നെ ആയിരുന്നില്ല ഇക്വേഷൻ കിട്ടിയിരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് നോക്കൂ. LHS I2ഉം I1ഉം ആണ്. RHSൽ എന്താ ഈ ടേംസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടേംസ് രണ്ടെണ്ണത്തിലും സെയിം ആണ്. ഈ ടേംസ് രണ്ടെണ്ണത്തിനും സെയിം ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അസംഷൻ എന്തെടുക്കാം? I2 ഈക്വൽ ടു I1 എപ്പോഴായിരിക്കും? E12 ഈക്വൽ ടു E21 അല്ലേ? അതായത് I1 ഈക്വൽ ടു I2 when E12 ഈക്വൽ ടു E21. ഇതന്നെയല്ലേ നമ്മൾ റെസിപ്രോസിറ്റി തിയറം പറഞ്ഞിരുന്നത്? അവിടെ നമ്മൾ പറഞ്ഞിരുന്നു E12 ഈക്വൽ ടു E21 പ്രൊവൈഡഡ് I1 ഈക്വൽ ടു I2. ഓക്കെ, അപ്പോൾ ഹെൻസ് റെസിപ്രോസിറ്റി തിയറം പ്രൂവ്ഡ്. ഇത്രയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. അതൊന്ന് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻറ്റിന പാരാമീറ്ററിൽ വരുന്നതാണ് കേട്ടോ. അതിനകത്ത് വിട്ടുപോയതാണ്. ആൻറ്റിന പാരാമീറ്റർ നമ്പർ 13 വരുന്നതാണ്. അവിടെ നമ്മൾ 12 പാരാമീറ്റർ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 13ാമത്തെ പാരാമീറ്ററാണ് എഫക്റ്റീവ് ഹൈറ്റ്. അത് ശരിക്കും ഞാൻ എഫക്റ്റീവ് ഹൈറ്റ് പറഞ്ഞതിന് ശേഷം റെസിപ്രോസിറ്റി തിയറം പറയണമായിരുന്നു. അത് നിങ്ങൾ എഴുതുമ്പോൾ പറ്റുമെങ്കിൽ ആ ഓർഡറിൽ എഴുതുക. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഹൈറ്റ് ഓർ എഫക്റ്റീവ് ലെങ്ത്ത് ഓക്കെ പാരാമീറ്ററിൽ വരുന്നതാണ്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ആൻ ആൻറ്റിന carrying peak current IM is defined as ഇത് വേണ്ട, അത് റിപ്പീറ്റേഷനാണ്. ഈസ് ഡിഫൈൻഡ് ആസ് the length of an imaginary linear antenna with a uniformly distributed current such that both the antennas have the same far field in theta equal to pi by 2 plane and it is represented by L effective. Okay, L suffix EFF. അപ്പോൾ എന്താണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത്? ഒരു പീക്ക് കറണ്ട് IM ക്യാരി ചെയ്യുന്ന ഒരു ആൻറ്റിനയുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു ഇമാജിനറി ആൻറ്റിന കൺസിഡർ ചെയ്യുക. ഇമാജിനറി ലീനിയർ ആൻറ്റിന കൺസിഡർ ചെയ്യുക. ലീനിയർ ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വയർ ആൻറ്റിന, ലോങ് വയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ആൻറ്റിന, അത്രയേ ഉള്ളൂ ലീനിയർ ആൻറ്റിന എന്ന് പറഞ്ഞാൽ. ലീനിയർ ഷേപ്പിലുള്ള ഒരു ആൻറ്റിന. ഓക്കെ, നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ആൻറ്റിന. അത് നമ്മൾ സാധാരണ ഇതിൽ ലീനിയറിൻ്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ മനസ്സിലാവും. ലൂപ്പ് ആൻറ്റിനാസാണ് ലീനിയറിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ലീനിയർ ലൈൻ ഷേപ്പിലല്ലാത്ത സംഭവം, അതാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ ആൻറ്റിന അതായത് യൂണിഫോംലി കറണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലീനിയർ ആൻറ്റിന കൺസിഡർ ചെയ്യുക. എന്താണ് കണ്ടീഷൻ? രണ്ട് ആൻറ്റിനാസും സെയിം ഫാർ ഫീൽഡ് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം ഇൻ ദ ഡയറക്ഷൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇമാജിനറി ആൻറ്റിനയുടെ അതേ ലെങ്ത് തന്നെയാണ് എന്ത് പറയാം? നമ്മളെ ആക്ച്വൽ ആൻറ്റിനയുടെ ലെങ്ത് എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് പറയുന്നു? എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എ പ്രാക്ടിക്കൽ ആൻറ്റിന ഇ തീറ്റ ഈക്വൽ ടു j eta 0b ഡിവൈഡഡ് ബൈ 4 pi r ഇൻറ്റു e raised to minus j beta r ഇൻറ്റഗ്രൽ -L/2 ടു L/2 I of z ഇൻറ്റു ഡി സെറ്റ്. ഇത് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഡെറിവേഷനാണ്, അതുകൊണ്ട് ഇക്വേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പ്രാക്ടിക്കൽ ആൻറ്റിനയുടെ ഇ തീറ്റയുടെ ഇക്വേഷനാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് തീറ്റ. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. j ഇൻറ്റു eta 0b. eta 0 നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, എഫിഷ്യൻസി. ബീറ്റ 4 pi r e raised to minus j beta r ഇൻറ്റഗ്രൽ -L/2 ടു L/2 I of z ഇൻറ്റു ഡി സെറ്റ്. I എന്ന് പറയുന്നത് കറണ്ട് കമ്പോണൻ്റ് ആണ്. ഈ I എന്ന് പറയുന്നത് L/2 ടു L/2 എന്ന് പറയുന്നത് ലെങ്ത് ആണ് പറയുന്നത്. -L/2 ടു L/2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആൻറ്റിന. ഓക്കെ,
അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ ഡെറിവേഷൻ പഠിക്കാനുണ്ട്. Then for practical antenna, variation of current can have any distribution, but for an imaginary antenna, current is assumed to be uniformly distributed over the length. പ്രാക്ടിക്കൽ ആൻറ്റിനയുടെ കേസിൽ അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എനി ഡിസ്ട്രിബ്യൂഷനും ആവാം, അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ തന്നെ വേണം എന്നില്ല, നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനും ആവാം. പക്ഷേ ഇമാജിനറി ആൻറ്റിനയിലുള്ള കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ യൂണിഫോം മാനർ. ഓക്കെ, ഹെൻസ് ഫോർ ഇമാജിനറി ആൻറ്റിന ഇ തീറ്റ ഈക്വൽ ടു ജെ ഇൻറ്റു ഈറ്റ 0b ബൈ 4πr ഇൻറ്റു e raised to minus j beta r ഇൻറ്റു im integral minus L effective by 2 to integral L effective by 2 dz. അതായത് ഇവിടെ ഐ ഓഫ് സെഡിൻ്റെ ആവശ്യമില്ല, കാരണം എന്താണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് എന്താ, ഐ എം ആണ്, അത് ഫിക്സഡ് ആണ്, അപ്പോൾ വാരിയേഷൻ വരുന്നില്ല. ഐ ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് വന്നു, ഐ എം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെയായിട്ട് എടുക്കാം, ഐ ഓഫ് സെഡിന് പകരം ഐ എം എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വിത്ത് റെസ്പെക്ട് ടു ഡി സെഡ് ആണ്. അപ്പോൾ എൽ എഫക്റ്റീവ് ബൈ 2, അതായത് ഇവിടെ എന്ത് വരും, ഇൻ്റഗ്രൽ, ഈ ഇൻ്റഗ്രേഷൻ പാർട്ടിൻ്റെ ആൻസർ എന്ത് വരും, സെഡ് ഇൻറ്റു മൈനസ് എൽ എഫക്റ്റീവ് ടു പ്ലസ് എൽ എഫക്റ്റീവ്. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ എഫക്റ്റീവ് മൈനസ് എന്ത് വരും, മൈനസ് എൽ എഫ്. അപ്പോൾ മൈനസ് മൈനസ് എന്തായി, പ്ലസ് ആയി. അപ്പോൾ എൽ എഫക്റ്റീവ് ബൈ 2 പ്ലസ് എൽ എഫക്റ്റീവ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എൽ എഫക്റ്റീവ്. അതാണ് അവിടെ ഇൻ്റഗ്രേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ തീറ്റയുടെ ഇക്വേഷൻ എന്ത് കിട്ടും, ഈ തീറ്റ ഈക്വൽ ടു ജെ ഇൻറ്റു ഈറ്റ 0b ബൈ 4πr ഇൻറ്റു e raised to minus j beta r ഇൻറ്റു im L effective. ഓക്കെ, but both practical and imaginary antenna should produce same electric field as at far point. So equating equations 1 and 2, L effective will be 1 by im into integral minus L by 2 to L by 2 I of z into dz. ഓക്കെ, പക്ഷേ നമ്മളവിടെ കണ്ടീഷൻ പറഞ്ഞത്, അതായത് ഡെഫിനിഷൻ, എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു ഇമാജിനറി ആൻറ്റിനെയും പ്രാക്ടിക്കൽ ആൻറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർ ഫീൽഡ് എന്ന് പറയുന്നത് എന്ത്, അറ്റ് ഫാർ പോയിൻ്റ് അല്ലെങ്കിൽ ഫാർ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതായത് ഇമാജിനറി ആൻറ്റിനയുടെ ഫാർ ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഈ തീറ്റ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷനാണ്. അതുപോലെ പ്രാക്ടിക്കൽ ആൻറ്റിനയുടെ ഫാർ ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗം എന്ന് പറയുന്നത് ഇതാ, ഈ ഭാഗം രണ്ടിനകത്തും സെയിം ആണ്. വ്യത്യാസം വരുന്ന എവിടെയാണ്, ഇവിടെ ഇൻ്റഗ്രൽ മൈനസ് എൽ ബൈ 2 ടു എൽ ബൈ 2 ഐ ഓഫ് സെഡ് ഡി സെഡ് ആണ്. മറ്റേടത്ത് എന്താ വരുന്നത്, ഇൻ്റഗ്രൽ മൈനസ് എൽ എഫക്റ്റീവ് ബൈ 2 ടു എൽ എഫക്റ്റീവ് ബൈ 2, ഇവിടെ ഒരു ഐ എം ഉണ്ട്, ഇൻറ്റു ഡി സെഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൽ എഫക്റ്റീവ് ഈക്വൽ ടു, രണ്ടിൻ്റെയും എൽ എച്ച് എസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ എൽ എഫക്റ്റീവ് ഈക്വൽ ടു എന്ത് കിട്ടും, എൽ എഫക്റ്റീവ് ഈക്വൽ ടു 1 ബൈ ഐ എം ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ബൈ 2 ടു എൽ ബൈ 2 ഐ ഓഫ് സെഡ് ഇൻറ്റു ഡി സെഡ് കിട്ടും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ രണ്ട് ഇക്വേഷനകത്തും ഞാൻ അവിടെ സർക്കിൾ ചെയ്ത് കാണിച്ചത് അതുപോലെ ഈ ഭാഗം രണ്ടെണ്ണത്തിനകത്തും സെയിം ആണ് വരുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഈക്വൽ ടു മറ്റേ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഏതാ, ഈ പോർഷൻസൊക്കെ ക്യാൻസൽ ചെയ്ത് പോയത്. അപ്പോൾ അവിടെ ബാക്കി വരുന്ന റിമൈനിങ് ഞാനിവിടെ എഴുതുന്നത് ഇൻ്റഗ്രൽ മൈനസ് എൽ ബൈ 2 ടു എൽ ബൈ 2 ഇൻറ്റു അവിടെ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ഐ ഓഫ് സെഡ് ഇൻറ്റു ഡി സെറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഭാഗം ക്യാൻസൽ ചെയ്ത് പോയി, ഇതേപോലെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കി വരുന്നത് എന്താ, ഐ എം ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ എഫക്റ്റീവ് ബൈ 2 ടു എൽ എഫക്റ്റീവ് ബൈ 2 ഇൻറ്റു ഡി സെറ്റ് ഈക്വൽ ടു എന്താ വരുന്നത്, ഇതാ ഇപ്പം ഞാൻ ഈ എഴുതിയ ഭാഗം. ഓക്കെ, ദെൻ ഈ
Im into integral minus L effective by 2 to L effective by 2 into dz equal to RHS എന്ത് വരും integral minus L by 2 to L by 2 I of z into dz. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. രണ്ട് ഇക്വേഷൻസും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഈ ഭാഗം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. LHSൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം, ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതാണ് എന്ത്? ഇൻ്റഗ്രൽ ഓഫ് dz വിത്ത് റെസ്പെക്ട് ടു മൈനസ് L effective by 2 ടു L effective by 2. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ കിട്ടുക? ആ ഭാഗം മാത്രം ഒന്ന് ക്യാൻസൽ ചെയ്യാനാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ ഒരു IM ഉണ്ട്, മറ്റത് വരുന്നത് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു, ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ L എഫക്റ്റീവ് എന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ IM ഇൻറ്റു L എഫക്റ്റീവ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് L by 2 ടു L by 2 I of z ഇൻറ്റു dz കിട്ടി. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ L എഫക്റ്റീവ് ആണ്. അപ്പോൾ L എഫക്റ്റീവിനെ മാത്രം ഇവിടെ നിർത്തി IMനെ പുറത്തോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടും ആൻസർ? 1/IM. ഇവിടെ ഒരു 1/IM വരും. 1/IM ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് L by 2 ടു L by 2 I of z ഇൻറ്റു dz. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയത് വെച്ചിട്ട്. അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. L എഫക്റ്റീവ് ഈക്വൽ ടു 1/IM ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് L by 2 ടു L by 2 I of z ഇൻറ്റു dz. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഇക്വേറ്റ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2ൽ ആ ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം കിട്ടും. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട L എഫക്റ്റീവിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ L എഫക്റ്റീവിനെ അവിടെ നിർത്തി IMനെ RHSലോട്ട് കൊണ്ടുപോയി. ഓക്കെ, then equation 3 represents the effective length of a transmitting antenna, and the effective length of a receiving antenna is defined as the ratio of the open circuit voltage VOC induced at the open terminals of an antenna to the incident electric field intensity EI producing VOC. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയാണ്. ഇനി റിസീവിങ് ആൻറ്റിനയുടെ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു VOC ഡിവൈഡഡ് ബൈ EI ആണ്. അതിനകത്ത് VOC എന്ന് പറയുന്നത് എന്താ? ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് at the open terminals of the receiving antenna, and EI എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്, വിച്ച് പ്രൊഡ്യൂസിങ് VOC. അപ്പോൾ അത്രയാണ് L എഫക്റ്റീവ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇതെല്ലാം ഇമാജിനറി ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഡെറിവേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആവും. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ഡുവാലിറ്റി ഓഫ് ആൻറ്റിനയാണ്. ഡുവാലിറ്റി ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത് ഒരു ആൻറ്റിന എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്താണ്? സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കും, മറ്റേ സൈഡ് എന്താണ്? സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും അല്ലേ? അപ്പോൾ ദ ഡുവാലിറ്റി ഓഫ് ആൻറ്റിന ആസ് എ സർക്യൂട്ട് ഡിവൈസ് ഓൺ വൺ ഹാൻഡ് ആൻഡ് ആസ് എ സ്പേസ് ഡിവൈസ് ഓൺ അതർ സൈഡ്. ഇതാണ് ഡുവാലിറ്റി ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റിംഗ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഏത് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ആൻറ്റിനയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റേ സൈഡ് എന്ന് പറയുന്നത് എന്താ? സ്പേസുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരേ സമയം സർക്യൂട്ട് ൻ്റെ പാർട്ടായിട്ടും സ്പേസിൻ്റെ പാർട്ടായിട്ടും സ്പേസ് ഡിവൈസ് ആയിട്ടും സർക്യൂട്ട് ഡിവൈസ് ആയിട്ടും അതിന് ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് ഡുവാലിറ്റി ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ ഫിഗറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ ഫിഗർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ ആൻറ്റിന പാരാമീറ്റേഴ്സ് പറഞ്ഞ സമയത്ത് അതിനകത്തുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഫസ്റ്റിൽ പാരാമീറ്റേഴ്സ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതിനകത്ത് നോക്കുക,
സർക്യൂട്ട് ക്വാണ്ടിറ്റീസും വരുന്നുണ്ട്, സ്പേസ് ക്വാണ്ടിറ്റീസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആൻറ്റിന. ഈ ഫിഗർ നിങ്ങളൊന്നും കൂടി കുറച്ചുകൂടി വൃത്തിയിൽ വരയ്ക്കണേ. ഇവിടെ അങ്ങനെ കറക്റ്റ് ഞാൻ ആ ഫസ്റ്റിൽ ഫിഗർ നിങ്ങൾക്ക് വരച്ചത് പോലെ ഇവിടെ കറക്റ്റ് സർക്കുലർ ഷേപ്പൊക്കെ ആയിട്ട് കുറച്ചും കൂടി വൃത്തിയിൽ വരയ്ക്കണം നിങ്ങൾ. ഓക്കെ. അപ്പോൾ സർക്യൂട്ട് ക്വാണ്ടിറ്റീസിൽ വരുന്ന റേഡിയേഷൻ റെസിസ്റ്റൻസ്, ആൻറ്റിന ടെമ്പറേച്ചറൊക്കെയാണ്. ദെൻ ആൻറ്റിന വരുന്നുണ്ട്, അതിൽ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇതിനെ ഈ ഭാഗമാണ് നമ്മളെ ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സ്പേസ് ക്വാണ്ടിറ്റീസിൽ വരുന്നത് ഫീൽഡ് പാറ്റേൺസ്, പവർ പാറ്റേൺസ്, പിന്നെ ഗെയിന്, ഡയറക്ടിവിറ്റി, ബീം, സോളിഡ് ആംഗിൾ, അങ്ങനെയുള്ള എഫക്റ്റീവ് അപ്പേർച്ചർ, സ്കാറ്ററിങ് അപ്പേർച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പാരാമീറ്റേഴ്സ്, അതൊക്കെയാണ് സ്പേസ് ക്വാണ്ടിറ്റീസിൽ വരുന്നത്. ഓക്കെ. ഫീൽഡ് പാറ്റേൺസ് ഈ തീറ്റ ഇ ഫൈ എന്ന് പറയുന്ന പവർ പാറ്റേൺസ്, എസ് തീറ്റ ഫൈ, പി എൻ തീറ്റ ഫൈ എന്ന് പറയുന്നതൊക്കെ, പിന്നെ ഗെയിന്, ഡയറക്റ്റീവ് ഗെയിന് എക്സെട്ര നമ്മൾ പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഡുവാലിറ്റി ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത്. ഇത് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.